നോഹിൻ്റെ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീൻ കണ്ടാലോ, ഇതെല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ല, ഒരു റെസിപ്പി ആവണമെന്നില്ല, ഒരു ടൈം ആവണമെന്നില്ല, അതേപോലെ തന്നെ ഒരേ മൂഡ് ആവണമെന്നില്ല. ചില ദിവസം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും, ചില ദിവസത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി മടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഓട്ടാട എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇതിന് ഡിഫറെൻറ്റ് പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഡിഫറെൻറ്റ് പേരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. പിന്നെ അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഗ്രേവിയും പിന്നെ 2 ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മൂപ്പർക്ക് വേണ്ടോളുള്ള ക്വാണ്ടിറ്റിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസം എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും, ചില ദിവസം ഓക്കെ ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാറുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് നോഹ സ്ക്രീന് കാണാറുണ്ടോ ഫുഡ് കഴിക്കുമ്പോൾ എന്നുള്ളത്. അൽഹംദുലില്ലാ അങ്ങനത്തെ ഹാബിറ്റ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് പപ്പായം കഴിച്ചിട്ട് മോൻ ഒരു ലോങ് സ്ലീപ്പ് എടുത്തു. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ അവൻ പാലും കുടിക്കാറുണ്ട്. പിന്നെ എണീറ്റതൊരു 3 മണിക്കായി. അപ്പോൾ അവനക്ക് കുറച്ച് വെജിറ്റബിൾസും ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് റൈസായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മൂപ്പര് അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര ലോങ് സ്ലീപ്പ് എടുത്തിട്ടാണ് മൂപ്പര് എണീറ്റിട്ടുണ്ടായിരുന്നത്. മോൻക്ക് കുറച്ച് സ്പൈസി ഫുഡൊക്കെ ഇപ്പോൾ ഇഷ്ടമായിട്ട് വരുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ, വളരെ ചെറുതായിട്ട്. അൽഹംദുലില്ലാ അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു 7 മണിക്കായപ്പോൾ അവനക്ക് ഞാൻ ഇതാ ഒരു മുട്ടയും ഒരു ഹാഫ് ബനാനയും നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ അവൻ കഞ്ഞിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുപയറും നമ്മുടെ നോർമൽ റൈസും വെച്ചിട്ട് ഞാൻ ഒരു കഞ്ഞിയായിരുന്നു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.